ഓണക്കാലം എന്ന് പറയുന്നത് നമുക്കറിയാം പ്രവാസികളുടെ വലിയൊരു ആഘോഷമാണ്. അവർക്ക് പ്രത്യേകിച്ചും അവർ ഒരു വർഷത്തിൽ ഈ നാട്ടിലേക്ക് എത്തുവാൻ വേണ്ടി കരുതി നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഓണം. മാത്രമല്ല അവിടെ ഇപ്പോൾ അവധിയാണ്, വെക്കേഷനാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്വന്തം നാട്ടിലെത്തുക, സ്വന്തം കുടുംബത്തിനോടൊപ്പം നാട്ടുകാരോടൊപ്പം ഓണം ആഘോഷിക്കുക, അതൊക്കെ അവരുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യവും ആഗ്രഹവുമാണ്. പക്ഷെ ഇപ്പോൾ ഇത് ആരാണ് അവിടെ വിലങ്ങുതടിയായിരിക്കുന്നത്? മറ്റാരുമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവിടെ നിന്നും ഇങ്ങോട്ട് വരുവാനും മടങ്ങിപ്പോകുവാനും ഒരുങ്ങുന്ന പ്രവാസികളെ അക്ഷരാർത്ഥത്തിൽ കൊള്ളയടിക്കുകയാണ് വിമാന കമ്പനികൾ. 10,000 മുതൽ 20,000 രൂപ വരെ ഉണ്ടായിരുന്ന ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ ലക്ഷങ്ങൾ കടന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ആരാണ് ഇടപെടേണ്ടത്? തീർച്ചയായിട്ടും ഇവിടെ ഇടപെടേണ്ടത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളാണ്. അവർ ചേർന്ന് അവകാശക്കൊള്ള നടത്തുന്നു എന്നാണ് പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി പ്രതികരിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയധികം ആഗ്രഹത്തോടുകൂടി നാട്ടിലേക്ക് വരുവാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രവാസികൾക്കാണ് ഈ ടിക്കറ്റ് നിരക്ക് കാരണം അവർ ആ യാത്ര മാറ്റിവെച്ചിട്ടുണ്ടാവുക. എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് ആദ്യം പോകുന്നത്. വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ PG അരുൺ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. താങ്കൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, 1-2 രൂപയല്ല, ഇരട്ടിയിലധികം 10 ഇരട്ടിയോളം രൂപയുടെ വർധനവാണ് ടിക്കറ്റ് നിരക്കിലുണ്ടായിരിക്കുന്നത്. ഇവിടെ ഇടപെടൽ അനിവാര്യമാകുന്നു. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവല്ലാതെ മറ്റാരും ആ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിന്ദൂരി, എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി തന്നെയാണ് പ്രവാസി സമൂഹം ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച, ആ വളർച്ചയിൽ ഏറ്റവും അധികം പങ്കുവഹിച്ച ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ ഒരു ജനവിഭാഗമാണ് പ്രവാസി സമൂഹം. ജീവിതത്തിൻ്റെ ഏറ്റവും ഒട്ടുമുക്കാൽ ഭാഗവും പ്രവാസി നാടുകളിൽ, അന്യനാടുകളിൽ ചെലവഴിച്ചുകൊണ്ട് അവൻ്റെ അധ്വാനം മുഴുവൻ നാടുകളിലേക്ക്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കാനെത്തുന്ന ആ ഒരു നിലയൊരുക്കുന്ന പ്രവാസികൾക്കാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. ഓണം ആഘോഷിക്കുവാൻ വേണ്ടി വർഷങ്ങൾക്ക് ശേഷവും കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുന്ന പ്രവാസികളാണ് മടങ്ങിപ്പോകുവാൻ വേണ്ടി ടിക്കറ്റ് നിരക്കുകൾ നോക്കുമ്പോൾ UAE പല ഭാഗങ്ങളിലേക്കും സൗദി പോലെയുള്ള അറബ് രാജ്യങ്ങളിലേക്കും മടങ്ങിപ്പോകാൻ വേണ്ടി ടിക്കറ്റ് നോക്കുമ്പോൾ വൻ കൊള്ളയാണ് അവർക്ക് ഈ ബുക്കിംഗ് സൈറ്റുകളിൽ നിന്നും നേരിടാൻ വേണ്ടി അറിയിച്ചിരുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ കൊച്ചി ദുബായ് റൂട്ടിൽ ഒരു യാത്രാ തീയതിയിൽ 20,000 മുതൽ 30,000 വരെ ഉണ്ടായിരുന്ന ടിക്കറ്റ് നിരക്ക് 76,207 ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ്. അതിൻ്റെ ഏറ്റവും കൂടിയ ടിക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഞെട്ടിപ്പോവും. 4 ലക്ഷം വരെയാണ് ഇതിഹാദ് എയർലൈൻസ് പോലെയുള്ളവ കൈകാര്യം ചെയ്യുന്നത്. 4 ലക്ഷം രൂപ മുടക്കി ഒരാൾ പോവുകയാണെങ്കിൽ 4 അംഗ കുടുംബം ഓണം ആഘോഷിച്ച് തിരിച്ച് ഗൾഫ് നാടുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവൻ്റെ ആ സമ്പാദ്യത്തിൻ്റെ ഏറിയ പങ്കും ചെലവഴിക്കേണ്ട വിമാന കമ്പനികളുടെ കൊള്ളയ്ക്ക് പൈസ നൽകേണ്ട, പണം നൽകേണ്ട ഒരു ദുരവസ്ഥയിലാണ് ഇപ്പോൾ പ്രവാസി സമൂഹം ആകെ ഉള്ളത്. എന്തായാലും നമുക്കറിയാം, ദുബായിലേക്ക് നേരത്തെ വർഷങ്ങൾക്ക് ഒരു വർഷത്തിനും 2 വർഷത്തിനൊക്കെ മുമ്പേ ദുബായിലേക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കൊക്കെ നമുക്ക് എയർലൈൻ കമ്പനികളുടെ വിവിധ ബുക്കിംഗ് ആപ്പുകളിൽ നിന്നൂടെ നമുക്ക് ടിക്കറ്റ് ലഭിക്കുമായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓണം കഴിഞ്ഞ്, പൊന്നോണം കഴിഞ്ഞ്, തിരുവോണം, 3-ാം ഓണം കഴിഞ്ഞ്, 4-ാം ഓണം കഴിഞ്ഞുള്ള ദിവസങ്ങളിലും മറ്റ് സെപ്റ്റംബറിലെ ആദ്യ വാരങ്ങളിലും ബുക്കിംഗ് സൈറ്റുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു ടിക്കറ്റ് റേറ്റാണ് ഇപ്പോൾ ഈ ബുക്കിംഗ് സൈറ്റുകളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒമാൻ, അതുപോലെയുള്ള ദുബായ്, UAE മറ്റു ഭാഗങ്ങൾ, അബുദാബി പോലെയുള്ള ഭാഗങ്ങൾ, ഇവിടെയെല്ലാം നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ. ഞാനിപ്പോൾ ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക് 29-ാം തീയതി ഒമാൻ എയർ ആ എയർലൈൻസ് ഏർപ്പെടുത്തിയിരിക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 75,131 അത് സ്ഥാനത്ത് ഈ മാസങ്ങൾക്ക് മുമ്പ് 20,000 രൂപ ഉണ്ടായിരുന്ന ആ ഒരു ടിക്കറ്റാണ് ഇതിലുണ്ടായിരുന്നത്. അതിൻ്റെ ഖത്തർ എയർവേസ് കൊടുക്കുന്ന ദോഹ വഴിയുള്ള ഒരു എയർലൈൻസിന് അവർ ചാർജ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് 3,16,000 രൂപയാണ്. അതുപോലെ 29-ാം തീയതി കോഴിക്കോട് നിന്ന് റിയാദിലേക്ക് യാത്ര ചെയ്യാൻ ഒരു പ്രവാസി ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹം നൽകേണ്ടത് 1.5 ലക്ഷം രൂപയാണ്. 1,52,245 നൽകേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിഹാദിൻ്റെ തന്നെ മറ്റൊരു എയർലൈൻസ് ആയിട്ടുള്ള കോഴിക്കോട് നിന്ന് റിയാദിലേക്ക് രാവിലെയുള്ള ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1.25 ലക്ഷം രൂപ നൽകേണ്ടതായി വരും. അതുപോലെ ഇതിഹാദിൻ്റെ കോഴിക്കോട് നിന്ന് റിയാദിലേക്കുള്ള വേറൊരു ഫ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷത്തിൽ പരം രൂപയാണ് നൽകേണ്ടി വരുന്നത്. കോഴിക്കോട് നിന്ന് റിയാദിലേക്ക് 29-ാം തീയതി തന്നെ മറ്റൊരു ഫ്ലൈറ്റ് ഇതിഹാദ് എയർവേസ്
ഗൾഫ് എയറിൻ്റെ നമ്മൾ ആ ടിക്കറ്റ് പരിശോധിക്കുകയാണ് 3,61,37 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇതിൽ നിന്ന് തന്നെ എന്ത് വലിയ ആകാശക്കൊള്ളയാണ് നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രവാസി സമൂഹം ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്തയച്ചിരുന്നു. ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്നുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. കാരണം 3-4 ലക്ഷം രൂപയൊക്കെ ചെലവഴിച്ച് ഗൾഫ് നാടുകളിലേക്ക് പ്രവാസികൾ കുടുംബത്തോടെ പോകണമെങ്കിൽ ബാങ്ക് ലോൺ എടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീളുന്നത്. 3 ലക്ഷം രൂപ വെച്ച് 4 പേർ 2 കുട്ടികളെല്ലാം അടങ്ങുന്ന ഒരു കുടുംബം തിരിച്ച് ഓണാഘോഷം എല്ലാം ആഘോഷിച്ചതിന് ശേഷം ഗൾഫ് നാടുകളിലേക്ക് തൻ്റെ അധ്വാന മേഖലയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഏകദേശം 14-15 ലക്ഷം രൂപ ഈ ഒരു കുടുംബത്തിന് അവിടെ എത്തേണ്ട ഒരു ചുമതല ഒരു അധിക ബാധ്യത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു നടപടി തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവാസി സംഘത്തിൻ്റെ ഭാരവാഹികൾ ഞങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവർ പറഞ്ഞത് ജനപ്രതിനിധികളോട് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിലും പല കുറി ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനം നൽകുകയും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ഓണക്കാലവും പോലെയുള്ള ആഘോഷ സമയങ്ങളിൽ പ്രവാസികളെ കൊള്ളയടിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. അതിൽ നിന്ന് പിന്മാറണമെന്നുള്ള ഒരു നിവേദനം പ്രവാസി സമൂഹം സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ ഇതിലൊന്നും യാതൊരു മറുപടിയോ യാതൊരു നടപടിയോ എടുക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറായിട്ടില്ല. സിന്ദൂരി ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാത്രമാണ്. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയമോ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്, സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിലുള്ള അമിതമായ വിമാന നിരക്ക് വർധന അംഗീകരിക്കാനാവില്ല എന്ന് സുപ്രീം കോടതിയുടെ ബെഞ്ച് ആ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. പക്ഷേ അപ്പോൾ പോലും കേന്ദ്ര വ്യോമയാന മന്ത്രാലയമോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന സർക്കാരോ ഇക്കാര്യത്തിൽ, കാരണം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ളത് സംസ്ഥാനത്താണ്, കേരളത്തിലാണ്. പ്രവാസികൾ ഒരിക്കലും ഏത് രാജ്യത്ത് പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാകുമെന്നുള്ളൊരു ചൊല്ല് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ളതാണ് വസ്തുത. കാരണം എവിടെ പോയാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളികൾ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി എടുക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. എന്തായാലും ഓണക്കാലം കഴിഞ്ഞ് ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും പോകാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾക്ക് ഇരുട്ടടി സമ്മാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അതുപോലെ വ്യോമയാന മന്ത്രാലയവും. സിന്ദൂരി. ശരി, PG അരുൺ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ്. സുപ്രീം കോടതി ഇടപെട്ടു, പ്രതിപക്ഷ നേതാവ് കത്തയച്ചു. പക്ഷെ കത്തയക്കേണ്ടവർ, ഇടപെടേണ്ടവർ ഒക്കെ നിശബ്ദത പാലിക്കുമ്പോൾ അതിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത് സാധാരണക്കാരായ പ്രവാസികളാണ്. ഓണം ആഘോഷിക്കുക, കുടുംബത്തിനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക തുടങ്ങിയ അവരുടെ മൗലികമായ അവകാശങ്ങൾക്കാണ് ഈ വിമാനക്കൊള്ള ഏറ്റവും വലിയ വിഘാതം സൃഷ്ടിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് PG അരുൺ നമ്മളോട് പങ്കുവച്ചത്.